എല്ലാവർക്കും നമസ്കാരം കേട്ടോ. അപ്പോൾ നമുക്കിന്നേ അയില മീൻ പാലൊഴിച്ച് കറി വെച്ചാലോ. അതിന് വേണ്ടിയിട്ട് ഞാൻ നല്ലൊരു തേങ്ങ പോയിട്ട് പൊതിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കതിനെ ചെരുകി ഒന്നാം പാലും രണ്ടാം പാലായിട്ട് പിഴിഞ്ഞെടുക്കാം. തേങ്ങ പൊട്ടിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ ഓടി വരുന്ന രണ്ട് വ്യക്തികൾ എൻ്റെ അടുത്തുണ്ട് കേട്ടോ. ഇന്നത്തെ തേങ്ങയിലേ ഒരു സ്പെഷ്യൽ സാധനം ഉണ്ട്, പൊങ്ങില്ലേ. ആ പൊങ്ങ് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ആർക്കൊക്കെയാണ് ഈ പൊങ്ങ് ഇഷ്ടം എന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. എനിക്ക് ഈ സാധനം ഭയങ്കര ഇഷ്ടമാണ്. ചിലത് നല്ല മധുരം ഉണ്ടാവും കേട്ടോ. ഇത് അത്രയ്ക്ക് അങ്ങോട്ട് മധുരം ഉണ്ടായിരുന്നില്ല, എന്നാലും കുഴപ്പമില്ല. അപ്പോൾ അതൊക്കെ അവിടെ ഇരിക്കട്ടെ. നമ്മുടെ പാല് ഒന്നാം പാലും രണ്ടാം പാലായിട്ട് ഞാൻ അവിടെ പിഴിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട്. ഒന്നാം പാലും രണ്ടാം പാലൊക്കെ പിഴിഞ്ഞ് നമുക്കിവിടെ മാറ്റി വെച്ചിട്ട് വേഗം പോയിട്ട് തീ കത്തിക്കാം. കാരണം ഉച്ചയാകുമ്പോഴേക്കും കറിയൊക്കെ റെഡി ആവണ്ടേ. അപ്പോൾ അതേ ഞാൻ പോയിട്ട് ഓടിപ്പോയിട്ട് തീയൊക്കെ കത്തിച്ച് റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി ആ ഇഞ്ചീനെ നമുക്ക് ആ അരകല്ലിലിട്ടിട്ട് നന്നായിട്ട് കുത്തിച്ചതച്ചെടുക്കാം കേട്ടോ. അങ്ങനെ കുത്തിച്ചതച്ചെടുത്ത ഇഞ്ചിയും പച്ചമുളകും അതുപോലെ തന്നെ നമ്മുടെ കുഞ്ഞുള്ളിയും കൂടിയിട്ട് നമുക്ക് ആ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് തട്ടിക്കൊടുക്കാം. അതവിടെ ഇരുന്ന് മൊരിഞ്ഞ് വരട്ടെ. ഞാൻ ഈ ടൈപ്പിലാണ് കേട്ടോ കൂടുതലും പാലൊഴിച്ചിട്ടുള്ള കറി വെക്കാറ്. എല്ലാവരും പല പല ടൈപ്പിൽ വെക്കണ കണ്ടിട്ടുണ്ട്. എനിക്കിങ്ങനെ വെക്കുന്നതാണ് കൂടുതൽ ഇഷ്ടം. അപ്പോൾ നമുക്കതിലേക്ക് പൊടികളായിട്ട് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി ചിലരിടും, പക്ഷേ പാലൊഴിച്ച് വെക്കണ കറിയിൽ ഞാൻ മല്ലിപ്പൊടി ചേർക്കാറില്ല. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായിട്ട് ആ പച്ചമണമൊക്കെ പോയി കഴിയുമ്പോൾ ഉപ്പിട്ട് കൊടുക്കണം. ഉപ്പിട്ട് കൊടുത്തിട്ട് അതിലേക്ക് രണ്ടാം പാല് ഒഴിച്ച് കൊടുക്കാം. അങ്ങനെ അത് അവിടെ ഇരുന്നൊന്ന് തിളച്ച് സെറ്റായി വരട്ടെ കേട്ടോ. അതിന് വേണ്ടി നമുക്കത് വെയിറ്റ് ചെയ്യാം. അങ്ങനെ രണ്ടാം പാൽ അവിടെ ഇരുന്ന് തിളച്ച് റെഡിയായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് മീനിട്ട് കൊടുക്കാം. മീനിട്ട് ഒന്ന് അധികം ഇളക്കി കൊടുക്കരുത്, മീൻ ഉടഞ്ഞു പോവും. ഒന്ന് ജസ്റ്റ് ഒന്ന് എല്ലാത്തിലേക്കും ആ മസാല ഒന്ന് പിടിക്കാൻ വിധത്തിലൊന്ന് മുക്കി വെച്ചതിന് ശേഷം നമുക്ക് കുടംപുളി ഇട്ട് കൊടുക്കാം കേട്ടോ. പാലൊഴിച്ച് വെക്കുമ്പോൾ എനിക്ക് അതിൽ കുടംപുളിയാണ് കൂടുതൽ ഇഷ്ടം. വറ്റിച്ച് വെക്കുന്ന കറിയിൽ ഞാൻ പുളി പിഴിഞ്ഞൊഴിക്കല പതിവ്, പക്ഷേ പാലൊഴിച്ച് വെക്കുമ്പോൾ നമുക്കതിൽ കുടംപുളി ഇടുകയാണ് കുറച്ചും കൂടെ നല്ലത്. അങ്ങനെ ആ പാലൊക്കെ ഒന്ന് കുറുകി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒന്നാം പാല് മാറ്റി വെച്ചിരിക്കുന്ന ആ ഒന്നാം പാലുണ്ടല്ലോ അത് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ അതൊക്കെ അവിടെ ഇരുന്ന് സെറ്റാവുന്ന നേരം കൊണ്ട് നമുക്ക് ഉള്ളി അരിഞ്ഞ് കാച്ചാനായിട്ടുള്ള പരിപാടി നോക്കാം. അങ്ങനെ നമ്മൾ കാച്ചാനുള്ള ഉള്ളിയും കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ട് അത് കാച്ചിയെടുക്കുകയാണ് കേട്ടോ അടുത്ത പരിപാടി. അങ്ങനെ നമ്മുടെ മീൻകറി ഫൈനൽ ഘട്ടത്തേക്ക് എത്തി നമ്മളത് ഉള്ളിയും കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് കാച്ചിയെടുക്കുകയാണ്. അപ്പം നമ്മുടെ മീൻകറി അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഒരു റെഡിഷ് കളർ തോന്നുന്നത് ഈ ക്യാമറയിൽ എടുക്കുന്നത് കൊണ്ടാണ് കേട്ടോ. ഇനി നമുക്ക് അടുത്തത് മീൻ വറക്കാനായിട്ടുള്ള ഒരു അരപ്പാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ള മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഒരു കഷ്ണം ഇഞ്ചി, കറിവേപ്പില, 2 അല്ലി വെളുത്തുള്ളി, അതുപോലെ ജീരകം, അതായത് പെരിഞ്ജീരകം, പിന്നെ കുരുമുളക്, ഇത്രയാണ് നമുക്ക് വേണ്ടത്. ഇതെല്ലാം നന്നായി മിക്സിയിൽ ബ്ലെൻഡ് ചെയ്ത് കുറച്ച് നേരം വരഞ്ഞ മീനിലേക്ക് തേച്ച് വെച്ചിട്ട് നമുക്ക് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് വറുത്തെടുക്കാം. കിടിലൻ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബായ്.